അസമിൽ അട്ടിമറികളൊന്നും ഉണ്ടായില്ല. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP ചാണക്യന് ഹാട്രിക് ജയമാണിക്കുറി. 126 നിയമസഭാ സീറ്റുകളുള്ള അസമിൽ 63 എന്ന മാന്ത്രിക സംഖ്യയും പിന്നിട്ട് BJP അധികാരമുറപ്പിച്ചു കഴിഞ്ഞു. മൂന്നാം തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ അസം BJPക്കൊപ്പം നിന്നു. 100 സീറ്റ് വരെ പ്രവചിച്ചിരുന്ന എക്സിറ്റ് പോളിനോട് ചേർന്നു പോകുന്ന വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ്, അസം ജാതീയ പരിഷത്ത്, റെയ്ജോൾ ദൾ, ഇടത് സംഘടനകൾ എന്നിവർ ചേർന്ന സഖ്യവും മറുവശത്ത് BJP, അസം ഗണ പരിഷത്ത്, ബോഡോലാൻഡ് പീപ്പിൾ പാർട്ടി എന്നിവർ ചേർന്ന NDAയും തമ്മിലായിരുന്നു പ്രധാന മത്സരം. മൗലാന ബദറുദ്ദീൻ അജ്മൽ AAUDFുമായി ഒറ്റയ്ക്ക് മത്സരിച്ചു. 2 അക്കം തികക്കാനാകാതെ കളം വിട്ടു. 10 വർഷത്തിനിപ്പുറം തിരിച്ചുവരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് സഖ്യം 23 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. മുൻ അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് ആയിരുന്നു അസമിൽ കോൺഗ്രസിനെ നയിച്ചത്. ജോർഹട്ടിൽ നിന്നും നിയമസഭയിലേക്കുള്ള കന്നി അംഗത്തിൽ ഗൗരവ് പരാജയപ്പെട്ടു. BJPയുടെ സിറ്റിംഗ് MLA ആയ ഹിരേന്ദ്രനാഥ് ഗോസ്വാമിയാണ് ഇവിടെ ജയിച്ചത്. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ BJPയുടെ ആദ്യ കാൽവെപ്പായിരുന്നു 2016 തിരഞ്ഞെടുപ്പ് വിജയം. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും അസമിൽ BJPക്ക് ഗുണകരമായി. 32% മുസ്ലിം വോട്ടർമാരുള്ള സംസ്ഥാനത്ത് മുസ്ലിം വോട്ട് വേണ്ടെന്ന് പോലും പറഞ്ഞ് വോട്ടു തേടുന്ന ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ട തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ജനപ്രീതിയും വികസന പ്രവർത്തനങ്ങളുമാണ് അസമിൽ BJPക്ക് ഭരണ തുടർച്ചയ്ക്ക് കളമൊരുക്കിയത്. മണ്ഡല പുനർനിർണയത്തിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. BJPയുടെ ശക്തമായ രാഷ്ട്രീയ മുഖമായിരുന്നു ഹിമന്ത. ക്ഷേമപ്രവർത്തനങ്ങളും വികസനങ്ങളും പറഞ്ഞാണ് അസമിൽ BJP വോട്ട് തേടിയത്. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള സ്ത്രീ വോട്ടുകളും BJPക്ക് നിർണായകമായി. കേന്ദ്ര സർക്കാർ പദ്ധതികളും പൗരത്വ നിയമ ഭേദഗതി NRC പോലുള്ള വിഷയങ്ങളും വോട്ടാക്കാൻ BJPക്ക് കഴിഞ്ഞതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. അസമിലെ BJPയുടെ വോട്ട് ബാങ്കായ തോട്ടം തൊഴിലാളികൾക്ക് വാരിക്കോരി നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വോട്ടായി എന്നതാണ് ശരി.